പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പത്രത്തിൽ വിശേഷങ്ങളല്ല വാർത്തകളും പരസ്യങ്ങളുമാണെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. പത്രത്തിൽ എന്തൊക്കെയാ വാർത്തകൾ? ഞാനൊരു 10 മിനിറ്റുള്ളിൽ ഈ പത്രം വായിച്ചു തരും. അത് കഴിഞ്ഞാൽ നിനക്കിത് വായിക്കാം. വാർത്തകൾ എന്തൊക്കെയാണെന്ന് അപ്പോഴറിയാം. അത് വക്കീലോട് പറഞ്ഞോ? ഇല്ല, പറയരുത്. എന്നെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. അപ്പൊ വക്കീലിന് പ്രയാസമാവും. അവസാനം പോകുന്നതിന്റെ തലേ ദിവസം രാത്രി കൊണ്ടുപോകാം എന്ന് പറയണം. അപ്പൊ വക്കീല് ഭയങ്കര സന്തോഷാവും. അതെ സാർ, വീട്ടിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഒരു വില ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഈ ബുദ്ധി സാറൊന്ന് പ്രയോഗിച്ച് നോക്ക്. തഹസിൽദാരെ കണ്ട് അത് വാങ്ങണം. എന്നെ കൂടെ കൊണ്ടുപോവോ? അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പറയല്ലേ മോനേട്ടാ. മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടൊക്കെ തെച്ചുതരാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ മോഹനേട്ടന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ശരിയാവുള്ളൂ. ഒരു കാര്യം തനിയെ ചെയ്ത് മോഹനേട്ടന് ശീലമില്ലല്ലോ. അത് ഒരു വളരെ മോശപ്പെട്ട ശീലമാണെന്ന് പറഞ്ഞ് നീ എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടല്ലോ. നാളെയും മറ്റന്നാളും എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയോട് തരണമല്ലോ. മോഹനേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാ. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവോ? നീ ഒറ്റക്കല്ലല്ലോ ഇവിടെ. അപ്പുറത്തെ ദാമോദരൻ ചേട്ടന്റെ അമ്മ വൈകിട്ട് 6 മണിയാകുമ്പോ ഇവിടെ വരും. രാവിലെ 7 മണിയായിട്ട് അവർ പോകും. ദാക്ഷായണമ്മ ഇവിടെ ഉള്ളിടത്തോളം പിന്നെ പേടിക്കാൻ എന്താ? പേടി ഉണ്ടായിട്ടല്ല, മോഹനേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല. നീ സാധാരണ പറയുന്നത് അങ്ങനെ അല്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് നിന്റെ ഒരു കാര്യവും നടക്കുന്നില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നാണല്ലോ. അതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നല്ലേ മോനേട്ടാ. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പിരിഞ്ഞിരിക്കാൻ പ്രയാസം, അത്രേ ഉള്ളു കാര്യം. നമ്മളിൽ ആർക്ക് ആരോട് സ്നേഹമുണ്ട് എന്ന് തർക്കിക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് 9:45 വില്ലേജ് ഓഫീസിലെത്തണം. അവിടുന്ന് 10:30 ഇറങ്ങി 11 മണിയാകുമ്പോ താലൂക്ക് ഓഫീസിലെത്തണം. ഞാൻ ഇറങ്ങുന്നു. തേടിയ വള്ളി കാലിച്ചിട്ടി. നമസ്കാരമുണ്ട് സാറേ. സാറിന്ന് നേരത്തെയാണെന്ന് തോന്നുന്നു. എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉത്തമനെയാണെന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട്. എന്താണ് സാറേ? മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഒരു വകുപ്പ് തല യോഗമുണ്ട്. എനിക്ക് എന്തായാലും പോയേ പറ്റും. നാളെ രാവിലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അതെ, അത് കൊള്ളാം. അപ്പൊ വക്കീല, ഞാൻ പറയുന്നത് എന്താ സാർ? തൽക്കാലം ഉത്തമൻ രഹസ്യമായി വെച്ചിരുന്നാ മതി. ഭാമയെ കൊണ്ടുപോകുന്നില്ല, ഇതാണ് രഹസ്യം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. ഓ അങ്ങനെ. അവളെയും കൂടെ കൊണ്ടുപോകണം 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 എന്ന് പറഞ്ഞ് എന്റെ പിറകെ നടക്കുക. ഞാൻ സമ്മതിച്ചിട്ടില്ല. അയ്യേ, അത് കഷ്ടമാണ് സാറേ. വക്കീൽ ഒറ്റയ്ക്ക് ഇവിടെ കഴിയാന്ന് പറഞ്ഞ ഇതൊരടവല്ലേ ഉത്തമ. സത്യത്തിൽ ഞാൻ ഭാമയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാഞ്ഞിര സാറേ, മോഹനേഷ് സാർ നാളെ പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലേ? എന്താ പ്രഫേ സംശയം? അത്രയും പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് സാറ് പോവാതിരിക്കോ? സാറ് പോകും. ഹോ, എന്റെ ഈശ്വര. അപ്പൊ 2-3 ദിവസത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. രാവിലെ മുതല് മോഹനേഷ് സാറിന്റെ ചീത്തവിളി കേൾക്കണ്ടല്ലോ. കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാ സാർ ഇത്രയും ദിവസം ഇവിടുന്ന് മാറിയിരിക്കുന്നത്. പ്രൊഫസർ പറഞ്ഞോലെ നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കാം. ഇനിയിപ്പൊ തിരുവനന്തപുരത്ത് ചെല്ലുമ്പം സാറിന് തോന്നുകയാണെന്ന് ഇരിക്കട്ടെ, എല്ലാ സ്ഥലവും ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോരാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണം ബമ്പർ അടിച്ചു എന്ന് കൂട്ടിയാ മതി. ശിശുപാല, അല്ല സാർ, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്നേ ഉള്ളൂ, അല്ലേ? ശിശുപാലൻ വരൂ, വരൂ. ശിശുപാലൻ എന്നെ പറ്റി പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. അതിന് ഞാൻ മറുപടി പറയാത്തതെന്നറിയാമോ? ശിശുപാലൻ എനിക്കൊരു ഉപകാരം ചെയ്തുകൊണ്ട് മാത്രമാണ്. ഉപകാരോ? ഇന്നലെ ശിശുപാലൻ പറഞ്ഞ ബുദ്ധി ഞാൻ ഭാമയോട് പ്രയോഗിച്ചു. ഞാൻ കൂടെ കൊണ്ടുപോകില്ല എന്ന് ഓർത്തിരിക്കാം. പക്ഷെ വൈകിട്ട് തിരികെ ചെന്ന് നിന്നോട് കൊണ്ടുപോവാ എന്ന് പറയുമ്പോ അവൾ ഞെട്ടും.